ഹലോ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂർ. തൃക്കാക്കര നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാനഘട്ട ഒരുക്കങ്ങളുമായി മുന്നണികൾ. കള്ളവോട്ട് തടയാൻ ശക്തമായ നടപടിയെന്ന് കളക്ടർ ജാഫർ മാലിക്. 5-ൽ കൂടുതൽ പോളിംഗ് ബൂത്തുകളുള്ള ഇടങ്ങളിൽ മുഴുവൻ സമയ നിരീക്ഷകർ ഉണ്ടാകുമെന്ന് ജാഫർ മാലിക്. ഭരണപക്ഷത്തുള്ള MLA ആണ് തൃക്കാക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി ജോ ജോസഫ്. തൃക്കാക്കരയിൽ ഉജ്ജ്വല വിജയമെന്ന് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്. വിജയം ഉറപ്പാണെന്നും LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ UDF തകരുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. രാജ്യം മുഴുവൻ കോൺഗ്രസ് തകരുന്നു, സമാനമായ തകർച്ച കേരളത്തിലും സംഭവിക്കുമെന്നും EP ജയരാജൻ. തൃക്കാക്കരയിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാൻ ശ്രമിക്കുന്നു. PC ജോർജും സർക്കാരും തമ്മിൽ നടക്കുന്നത് ഒത്തുകളിയെന്നും വിമർശനം. UDFൽ ഭിന്നതയുണ്ടെന്നത് ഇടതുമുന്നണിയുടെ വ്യാജ പ്രചാരണമാണെന്നും ചെന്നിത്തല. വിദ്വേഷ പ്രസംഗ കേസിൽ പോലീസ് ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് PC ജോർജ്. തിരുവനന്തപുരം ഫോർട്ട് പോലീസിന് കത്തയച്ചു. ഇന്നലെ ഹാജരാകാത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമെന്ന് കത്തിൽ. നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് പോലീസ്. PC ജോർജ് കേസിൽ ഇരട്ട നീതിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സമാന കേസുകളിൽ പ്രതികൾ നിർബാധം വിഹരിക്കുന്നു. PC ജോർജിന് പിന്നാലെ പോകാതെ തീവ്രവാദികളെ അമർച്ച ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്നും വി മുരളീധരൻ. BJPയിൽ ചേരില്ലെന്ന് PC ജോർജ്. NDAയുടെ ഭാഗമാകണോ എന്ന് പിന്നീട് തീരുമാനിക്കും. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിനും PC ജോർജിന്റെ മറുപടി. ബിഷപ്പിനെ താൻ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് ഓർമ്മ വേണം. അങ്ങനെ വിളിച്ചവരുടെ കൂടെ നിൽക്കരുതെന്നും PC ജോർജ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷം. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെന്ന് രാജസ്ഥാൻ ഘടകം. ചിന്തൻ ശിബിര മാനദണ്ഡം പാലിച്ചില്ലെന്ന് നേതാക്കൾ. പവൻ ഖേരയ്ക്കും നഖ്മയ്ക്കും പിന്നാലെ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതിഷേധത്തിലേക്ക്. രാജസ്ഥാനിൽ MLA മാരടക്കം പരസ്യ പ്രതിഷേധത്തിൽ. നേപ്പാളിൽ തകർന്നു വീണ യാത്രാവിമാനം കത്തിക്കരിഞ്ഞ നിലയിൽ 14 മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 22 പേരും മരിച്ചു. നടുക്കം രേഖപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം. താര എയറിന്റെ വിമാനം തകർന്നു വീണത് തെസാങ് മേഖലയിൽ. ഇടുക്കി ശാന്തൻപാറയിൽ 15-കാരിക്ക് നേരെ കൂട്ട ലൈംഗികാതിക്രമം. ഇതര സംസ്ഥാനക്കാരെ ആക്രമിച്ചത് 4 പേർ ചേർന്ന്. 2 പേർ കസ്റ്റഡിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ അധിക കുറ്റപത്രം ഇന്ന് സമർപ്പിക്കില്ല. തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകാൻ തീരുമാനം. കൂടുതൽ സമയം തേടി ഹൈക്കോടതിയെ സമീപിച്ച കാര്യം വിചാരണ കോടതിയെ അറിയിക്കും. കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി നൽകിയ കാലാവധി തീരുന്നത് നാളെ. പഞ്ചാബ് ഗായകൻ സിദ്ദു മൂസേവാലയുടെ കൊലപാതകം ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച പഞ്ചാബ് സർക്കാർ. ഗുണ്ടാബന്ധമെന്ന ആരോപണത്തിൽ വിശദീകരണം നൽകാൻ DGPക്ക് നിർദ്ദേശം. സുരക്ഷ പിൻവലിച്ച വിഷയത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി. സിദ്ദു മൂസേവാലയുടെ കൊലപാതകത്തിൽ ട്വീറ്റുമായി നവജോത് സിംഗ് സിദ്ദു. ഈ മാസം 6-ന് തന്നെ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾക്ക് വേണ്ടി സുരക്ഷ തിരികെയെടുത്ത് പോലീസിനെ രാഷ്ട്രീയവത്കരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് നവജോത് സിംഗ് സിദ്ദു. ടീം നവജോത് സിംഗ് സിദ്ദു എന്ന പേരിലാണ് ട്വീറ്റ്. സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടുന്ന കാര്യം ആലോചനയിലില്ലെന്നും മന്ത്രി. താത്കാലിക അധ്യാപകരുടെ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്നും വി ശിവൻകുട്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ +1 വിദ്യാർത്ഥികളുടെ സമരം. ഈ മാസം 12-ന് നിശ്ചയിച്ച പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം. പഠനത്തിന് മതിയായ സമയം ലഭിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ. ഓൺലൈൻ ക്ലാസുകൾ ഗുണം ചെയ്തില്ലെന്നും വിദ്യാർത്ഥികൾ. സമരം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കാസർഗോഡ് ചീമേനി പുലിയന്നൂർ ജാനകി വധക്കേസിലെ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 1-ാം പ്രതി വിശാഖ്, 3-ാം പ്രതി അരുൺ എന്നിവർ കുറ്റക്കാർ. കേസിലെ 2-ാം പ്രതി റിനീഷിനെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും.
നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് 8 വർഷം 2 ആഴ്ച നീളുന്ന ആഘോഷ പരിപാടികളുമായി സർക്കാർ. കോവിഡ് മൂലം അനാഥരായ കുട്ടികൾക്കൊപ്പം രാജ്യമുണ്ടെന്ന് പ്രധാനമന്ത്രിയായല്ല രക്ഷിതാവായി താൻ ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി. PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിൽ നിന്ന് 112 കുട്ടികൾക്ക് സഹായം നൽകും. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 2706 കേസുകളും 25 മരണവും. രോഗമുക്തി നിരക്ക് 98.74%. ഒരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തിയിട്ട് സിൽവർ ലൈൻ പദ്ധതി ഉണ്ടാകില്ലെന്ന് മന്ത്രി MV ഗോവിന്ദൻ. DPR-ൽ ആവശ്യമായ മാറ്റമുണ്ടാകും. പദ്ധതിയിൽ വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി. മതവിദ്വേഷ മുദ്രാവാക്യ കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം PK യഹ്യ റിമാൻഡിൽ. കാക്കനാട് സബ് ജയിലിലേക്ക് മാറ്റണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. യഹിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കോഴിക്കോട് വീണ്ടും സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ തട്ടിക്കൊണ്ടുപോകൽ. വിദേശത്ത് നിന്ന് വന്ന കുന്നമംഗലം സ്വദേശി യാസിറിനെ ചുരത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ ശേഷം വിട്ടയച്ചു. വിവരം താമരശ്ശേരി പോലീസിൽ അറിയിച്ചത് സംഭവം കണ്ട ലോറി ഡ്രൈവർ. ഗുരുവായൂരിലെ പ്രവാസി സ്വർണ്ണ വ്യാപാരി ബാലന്റെ വീട്ടിൽ നിന്ന് 3 കിലോ സ്വർണവും 2 ലക്ഷം രൂപയും കവർന്ന കേസിലെ പ്രതിപിടിയിൽ. തമിഴ്നാട് സ്വദേശി ധർമ്മരാജാണ് പിടിയിലായത്. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതിയായ മണിച്ചന്റെ മോചനം സംബന്ധിച്ച ഫയൽ മടക്കി അയച്ചത് ഗൗരവമേറിയ വിഷയമായി കാണേണ്ടതില്ലെന്ന് ഗവർണർ. ഫയലിൽ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് തിരിച്ചയച്ചത്. വ്യക്തത വന്നാൽ ഫയലിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും ഗവർണർ. തിരുവനന്തപുരത്ത് KSRTC ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഡിസ്ട്രിക്ട് കോമൺ പൂളിലെ ഡിപ്പോ എഞ്ചിനീയർ മനോജ്. പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് 47കാരൻ മരിച്ചതിനെ തുടർന്ന് തൃശൂർ പാണഞ്ചേരിയിൽ അതീവ ജാഗ്രത. പഞ്ചായത്തിൽ ക്യാമ്പ് ചെയ്ത മെഡിക്കൽ സംഘം. നിരീക്ഷണത്തിലുള്ളവരുടെ സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് മേലെപ്പാളയത്ത് സ്വർണ്ണ സിൽവർ വ്യാപാരികളുടെ ഹർത്താൽ. മുന്നറിയിപ്പില്ലാതെ കടമുറികളുടെ മേൽക്കൂര പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. നടപടി കടമുറികൾ പൊളിച്ചു മാറ്റരുതെന്ന ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കിയെന്ന് വ്യാപാരികൾ. കോട്ടയത്ത് ഇരട്ടപ്പാതയിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങി. പാലരുവി എക്സ്പ്രസ് ആണ് ആദ്യമായി കടന്നുപോയത്. ഇന്നു മുതൽ ട്രെയിനുകൾ സാധാരണഗതിയിലായിരിക്കുമെന്ന് റെയിൽവേ. വയനാട് പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡിൽ ശല്യം ചെയ്ത ആളെ ധീരതയോടെ നേരിട്ട വനിതയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. കാപ്പിൻചാൽ സ്വദേശി സന്ധ്യയാണ് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ച ആളെ കായികമായി നേരിട്ടത്. പരാതിപ്പെടുക എന്നതിനപ്പുറം പ്രതികരണമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്ന് സന്ധ്യ. ദേശീയ വാർത്തകൾ. തെക്കൻ കശ്മീരിലെ പുൽവാമയിലെ ഗുണ്ടിപ്പോറ മേഖലയിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ചതായി പോലീസ്. സുരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് പോലീസ്. ഇൻഡസ് ജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട 118ാമത് ഉഭയകക്ഷി ചർച്ചകൾക്ക് പാക് പ്രതിനിധി സംഘം ഡൽഹിയിൽ. 5 പാക് പ്രതിനിധി സംഘം എത്തിയത് വാഗ അതിർത്തി വഴി. 2 ദിവസത്തെ കൂടിക്കാഴ്ചകളിൽ ജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ചയാകും. പഞ്ചാബി ഗായകർക്ക് സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഭീഷണി. ഖാലിസ്ഥാന്റെ പിന്തുണച്ചില്ലെങ്കിൽ മരണമെന്നാണ് ഭീഷണി. അസമിലെ നോഗോണിൽ കസ്റ്റഡിയിലിരുന്ന പ്രതി മരിച്ചു. പോലീസ് സ്റ്റേഷന് തീവെച്ച് ആക്രമണം നടത്തിയ കേസിലെ പ്രതിയാണ് മരിച്ചത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വാഹനം ഇടിച്ച് പരിക്കേറ്റിരുന്നു. ദേശീയ സംസ്ഥാന പാതകൾ മാരകമായ അപകടാവസ്ഥയിലെന്ന് ദേശീയപാത അതോറിറ്റി. പതിവായി അപകടങ്ങൾ നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ 496 ബ്ലാക്ക് സ്പോട്ടുകളും 2ാം സ്ഥാനത്തുള്ള പശ്ചിമ ബംഗാളിൽ 450 ബ്ലാക്ക് സ്പോട്ടുകളും ഉണ്ടെന്ന് കണക്ക്. കർണാടകയാണ് 3ാം സ്ഥാനത്ത്. ഒഡീഷയിലെ ബർഹാംപൂരിൽ പിടിയിലായ ലിംഗനിർണയ റാക്കറ്റിന് ഹൈദരാബാദുമായി ബന്ധമുണ്ടെന്ന് പോലീസ്. മുഖ്യപ്രതി ദുർഗാപ്രസാദ് നായക് പരിശീലനം നേടിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ഏജൻസിയിൽ നിന്നെന്ന് വിവരം. ദുർഗാപ്രസാദിന്റെ ക്ലിനിക്ക് 3 വർഷത്തോളമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തൽ. ഉത്തർപ്രദേശിൽ ട്രക്കും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 തീർത്ഥാടകർ മരിച്ചു. കർണാടകയിലെ ബിദറിൽ നിന്നുള്ള തീർത്ഥാടകരാണ് മരിച്ചത്. വാൻ ഡ്രൈവർ ഉൾപ്പെടെ 7 പേർ സംഭവസ്ഥലത്ത് വെച്ചും ഒരു സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചതെന്ന് പോലീസ്.
ഡൽഹി ദ്വാരകയിൽ ഫ്ളാറ്റിന്റെ ബേസ്മെന്റിൽ തീപിടുത്തം 52 പേരെ രക്ഷപ്പെടുത്തി. 5 പേർക്ക് പരിക്ക്, 10 വാഹനങ്ങൾ കത്തി നശിച്ചു. ഇലക്ട്രിക് മീറ്റർ ബോർഡിൽ നിന്നാണ് തീ പടർന്നത്. മണിപ്പൂരിലെ ഗോംജോമിലെ കമ്മ്യൂണിറ്റി ഹാളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നിർമ്മാണ തൊഴിലാളി കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്ക്. സ്ഫോടനത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്ന് പോലീസ്. ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 7 പേർ മരിച്ചു, 10 പേർക്ക് പരിക്ക്. രഞ്ജ ചിന്തലയ്ക്ക് സമീപം മിനി വോൻ നിർത്തിയിട്ടിരുന്ന ട്രക്കിലിടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ്. 100 ന്യൂസിലേക്ക് വീണ്ടും അന്താരാഷ്ട്ര വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പദ്ധതി ആവിഷ്കരിച്ച ശ്രീലങ്ക. പ്രതിസന്ധി നേരിടാൻ 5 ധനകാര്യ സമിതികളെയും 10 മേൽനോട്ട സമിതികളെയും നിയമിക്കാൻ തീരുമാനം. റഷ്യയുമായി 3 വർഷത്തെ പ്രകൃതിവാതക വിതരണ കരാറിൽ ഒപ്പുവെച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വിജിക്. നീക്കം റഷ്യൻ ഊർജ്ജ വിതരണം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ ശ്രമങ്ങൾക്കിടെ. കൊളംബിയയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനായി അടുത്ത മാസം 19-ന് 2ാം ഘട്ട വോട്ടെടുപ്പ്. 1ാം ഘട്ട വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥികളും ആരും 50% വോട്ടുകൾ നേടിയില്ല. ടെക്സസ് സ്കൂൾ വെടിവയ്പിൽ ലോക്കൽ പോലീസിന്റെ പ്രതികരണം അവലോകനം ചെയ്യുമെന്ന് യുഎസ് നീതിന്യായ വകുപ്പ്. യുഎസ് നീതിന്യായ വകുപ്പ് വക്താവ് ആന്റണി കോലിയുടേതാണ് പ്രസ്താവന. ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കാനൊരുങ്ങിയ അഫ്ഗാൻ സെൻട്രൽ ബാങ്ക് ഇതൊരു നീണ്ട പ്രക്രിയയായിരിക്കുമെന്നും പല വിദേശ രാജ്യങ്ങളിലും നടപ്പിലാക്കി വരികയാണെന്നും അഫ്ഗാനിസ്ഥാൻ ബാങ്കിന്റെ വക്താവ്. കോങ്കോയിൽ വിമത പോരാളികളുടെ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന സൈന്യം. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടെന്ന് കണക്ക്. കുട്ടികളുടെ പാഠപുസ്തകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രാലയം. പുസ്തകത്തിലെ ചിത്രീകരണങ്ങൾ വിവാദമായതിനെ തുടർന്നാണ് നടപടി. ബ്രസീലിലെ പെർണാംബുക്കോയിൽ കനത്ത മഴയിൽ മരിച്ചവരുടെ എണ്ണം 56ആയി. നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ട്. മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അബ്ദുൽ മൊനൈം അബുൾ ഫത്തൂഹിന് 15 വർഷം തടവ് ശിക്ഷ വിധിച്ച ഈജിപ്ഷ്യൻ കോടതി നിരവധി ഇസ്ലാമിക നേതാക്കളെയും നീണ്ട ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ച സുഡാൻ. ട്രാൻസിഷണൽ സോവറിൻ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റേതാണ് ഉത്തരവ്. IPL 15ാം സീസൺ കപ്പുയർത്തി ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ തകർത്തത് 7 വിക്കറ്റിന്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ക്വാർട്ടർ ഫൈനലിൽ കടന്ന സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് അർജന്റീനിയൻ താരം ഡീഗോ സ്ക്വാഡ്സ്മാനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ വിജയം സ്വന്തമാക്കി റെഡ്ബുൾ താരം സെർജിയോ പെരസ്. വിജയം ഫെറാരി താരം കാർലോസ് സൈൻസിനെ പിന്നിലാക്കി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ ഹാഡേഴ്സ്ഫീൽഡിനെ പരാജയപ്പെടുത്തി. ലിവർപൂൾ വിടാനുറച്ച് അറ്റാക്കിംഗ് താരം സാദിയോ മാനെ. ബയേണിലേക്ക് ചേക്കേറുമെന്നാണ് സൂചന. ജില്ലാ വാർത്തകൾ. പാറശാലയിൽ ലോറി മറിഞ്ഞ അപകടം. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കാലിത്തീറ്റയുമായി വന്ന ലോറി. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ഗാന്ധി ഭവനിൽ നാളെ ലോക പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിക്കും. എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം വാളകം സേവാഭാരതിയുടെ ആസ്ഥാന മന്ദിരവും ഡിജിറ്റൽ സേവാ കേന്ദ്രവും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. LDFന്റെ നേതൃത്വത്തിൽ ഓച്ചിറ ടൗണിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ധർണ. കൊല്ലം പരവൂർ മെർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു.
തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലെ പൊടിയാടിയിൽ വഴിയരികിൽ നിന്നിരുന്ന മരം റോഡിന് കുറുകെ മറിഞ്ഞു വീണത് പൊടിയാടി പോസ്റ്റ് ഓഫീസിന് സമീപം നിന്നിരുന്ന കൊന്നമരം. ആളപായമില്ല. റാന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അമ്മ പെരുമ്പട്ടി പോലീസിൽ പരാതി നൽകി. കരിയംപ്ലാവ് അഴകത്താനിയിൽ VS സാനിമോൾ മരിച്ചത് വെള്ളിയാഴ്ച. ചിറ്റാർ പഞ്ചായത്തിലെ അനധികൃത അറവുശാലകളിൽ നിന്നും പഴകിയതും വൃത്തിഹീനവുമായി മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പഴകിയ മാംസം പിടിച്ചെടുത്തത് ചിറ്റാർ പഴയ സ്റ്റാൻഡ്, ഇട്ടിച്ചുവട, വയ്യാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്ന്. ചേർത്തല പരുന്തുകുളം സംരക്ഷിക്കാൻ നടപടി. 33 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ. ആർട്ടിസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. വേമ്പനാട് കായലിൽ 15ാമത് മത്സ്യ കണക്കെടുപ്പ് നടന്നു. അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് ദി എൻവയോൺമെന്റ് നേതൃത്വം നൽകി. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന് പുതിയ സാംസ്കാരിക കേന്ദ്രം. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. ഓട്ടോ ആൻഡ് ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ BSNL ഓഫീസ് മാർച്ച് നടത്തി. ധർണ CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം കരിയിലക്കുളങ്കരയിൽ ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ മുതുകുളം സ്വദേശി മരിച്ചത് മുതുകുളം തെക്ക് 6ാം വാർഡിൽ V. വിപിൻ. മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ ആദിത്യനെ മന്ത്രി VN വാസവൻ അനുമോദിച്ചു. പൊങ്ങലക്കരിയിൽ മന്ത്രി ആദിത്യനെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. വനം വകുപ്പ് സ്ഥാപിച്ച സോളാറിന്റെ ബാറ്ററികൾ മോഷ്ടിക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. പോലീസ് പിടികൂടിയ തിരുമേലി സ്വദേശികളായ സുഭാഷ്, സാബു എന്നിവരെ. മേമാരിക്കുടി സമഗ്ര കോളനി വികസന പദ്ധതി 2022 വാഴൂർ സോമൻ MLA ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ അധ്യക്ഷത വഹിച്ചു. കല്ലാ ഡൈവേഴ്ഷൻ അണക്കെട്ടിന്റെ സംഭരണശേഷി പുനഃസ്ഥാപിക്കുന്നതിനായി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ താത്കാലികമായി അവസാനിപ്പിച്ചു. ശുചീകരണത്തിന് അനുവദിച്ചിരുന്നത് 5 ലക്ഷം രൂപ. KSRTC ആവിഷ്കരിച്ച ബജറ്റ് ടൂറിസം പാക്കേജുമായി ബന്ധപ്പെട്ട മലങ്കര ടൂറിസം ഹബ്ബിൽ ആദ്യ സംഘം എത്തി. ചാലക്കുടി ഡിപ്പോയിൽ നിന്നുള്ള ചാലക്കുടി മലങ്കര വാഗമൺ സർവീസാണ് മലങ്കര ടൂറിസം ഹബ്ബിലെത്തിയത്. അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂരിൽ പുഴയിൽ ചാടി ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയത് ഏറിയാട് സ്വദേശി മുഹമ്മദിന്റെ മൃതദേഹം. സർവീസ് പുനരാരംഭിച്ച എറണാകുളം ഗുരുവായൂർ ട്രെയിനിന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വം നൽകി. കോവിലിന്റെ മകൾ പ്രൊഫസർ VA വിജയ അന്തരിച്ചു. കൊല്ലം NSS കോളേജിൽ അധ്യാപികയായിരുന്നു. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത്. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ BK ഹരിനാരായണന് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആദരം. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉപഹാരം നൽകി. ചാവക്കാട് നഗരത്തിൽ ജൂൺ 1 മുതൽ ഗതാഗത പരിഷ്കരണം. വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് നടപടി. പാലക്കാട് അഗളി കള്ളമലയിൽ 10ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ചിന്നപ്പറമ്പ് ഷിജുവിന്റെ മകൻ അഭിജിത്താണ് മരിച്ചത്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വെർട്ടിക്കൽ ഗാർഡനിൽ തൈ നട്ട് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് 10 സെന്റിൽ കൃഷി ചെയ്യുന്നതിന് തുല്യമായ കൃഷി വെർട്ടിക്കൽ ഗാർഡനിലൂടെ 1 സെന്റിൽ നടപ്പാക്കാനാകും. മലപ്പുറത്ത് ഇസ്ലാഹി അസോസിയേഷന്റെ കീഴിലുള്ള ഓർഫൻ കെയർ സ്കീമിൽ സംരക്ഷിച്ചു വരുന്ന കുട്ടികൾക്ക് പഠന കിറ്റുകൾ വിതരണം ചെയ്തു. ചങ്ങരകുളം സ്റ്റുഡൻസ് കോർണറും അസോസിയേഷനും ചേർന്നാണ് കിറ്റുകൾ നൽകിയത്. എടപ്പാൾ ഉപജില്ലയിലെ കാലടി VP-UP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന P. ശശീന്ദ്രന് ഉപജില്ലാ ഓഫീസ് അറ്റൻഡന്റ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ മുൻ ഓഫീസ് അറ്റൻഡന്റ് ആനന്ദിനെ ആദരിച്ചു.
മൊയ്തീൻ അക്കാദമിക്ക് കീഴിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഷീ ക്യാമ്പസിൽ നിന്നും 260 പെൺകുട്ടികൾ ബാഹിറ ബിരുദം കരസ്ഥമാക്കി. മതപഠനത്തോടൊപ്പം PG വരെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക് ബിരുദദാനം ബാഹിറ കോൺഫറൻസ് മൊയ്തീൻ അക്കാദമി ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് തിരുവള്ളൂർ ശിശു സൗഹൃദ അങ്കണവാടി പ്രവേശനോത്സവം നടന്നു. പ്രസിഡന്റ് സബിത മണക്കുനി ഉദ്ഘാടനം ചെയ്തു. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കോഴിക്കോട് നാദാപുരത്ത് മണ്ഡലതല അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും തീരുമാനം. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ 79ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഫറൂഖിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇപ്റ്റ സംസ്ഥാന കമ്മിറ്റി അംഗം MM സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അനിൽ മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പനമരം പഞ്ചായത്തിലെ 21ാം വാർഡിൽ പുളിക്കം വയൽ പ്രദേശത്ത് ശ്രമദാനത്തിലൂടെ റോഡ് നിർമ്മിച്ച നാട്ടുകാർ. അധികൃതർ കൈയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് ജനങ്ങൾ പിരിവെടുത്ത റോഡ് കോൺക്രീറ്റ് ചെയ്തത്. വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറിൽ നിന്നും വിദേശത്തേക്ക് ടൂർ വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് ഗോവ സ്വദേശിയായ ദീപക് ഹാൽദങ്കർ. കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1199 ഗ്രാം സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി ലത്തീഫ് അബ്ദുള്ള പിടിയിൽ. സ്വർണം കടത്താൻ ശ്രമിച്ചത് സ്പീക്കറിൽ ഒളിപ്പിച്ച. കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്ന KSU. പരീക്ഷാ വീഴ്ചയിൽ കൈ കഴുകാനാണ് VCയുടെ ശ്രമമെന്ന KSU ജില്ലാ പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ്. കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിലേക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ എത്തിക്കുന്ന 1ാം ഘട്ട പ്രവർത്തനം പൂർത്തിയാകുന്നു. വെള്ളിക്കോത്ത് ഗവൺമെന്റ് സ്കൂളിലാണ് ജില്ലാതല പാഠപുസ്തക വിതരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. IPLൽ നിന്ന് പുറത്തായപ്പോൾ ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ലോകേഷ് രാഹുൽ കരഞ്ഞു എന്ന വ്യാജ പ്രചാരണം. മത്സരത്തിന് ശേഷം കമന്റേറ്റർമാരോട് സംസാരിക്കുമ്പോൾ രാഹുൽ കരഞ്ഞു എന്ന അവകാശവാദവുമായി ഫേസ്ബുക്കിലാണ് ആദ്യം വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. സമൂഹ മാധ്യമ ആപ്പായ സ്നാപ്ചാറ്റിന്റെ ക്രൈം ഫിൽറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കിയ വീഡിയോ ആണിത്. ലേറ്റസ്റ്റ് ന്യൂസ്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവ് യഹിയക്കെതിരെ പുതിയ കേസ്. ഹൈക്കോടതി ജഡ്ജി അധിക്ഷേപിച്ചതിന് സ്വമേധയാ കേസെടുത്ത ആലപ്പുഴ സൗത്ത് പോലീസ്. ആലപ്പുഴയിൽ PFIയുടെ SP ഓഫീസ് മാർച്ചിനിടെയായിരുന്നു അധിക്ഷേപം. കോഴിക്കോട് വടകരയിലെ റിസ്വാനയുടെ തൂങ്ങി മരണത്തിൽ ഭർത്താവിന്റെ പിതാവ് കസ്റ്റഡിയിൽ. അഹമ്മദിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. 21-കാരിയായ റിസ്വാനയെ ഭർത്തൃവീട്ടിലെ അലമാരയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 1-ന്. ഗ്യാൻവാബി മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയുന്ന മേഖലയിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്ന ഹർജിയിൽ വാരാണസി അതിവേഗ കോടതി വൈകിട്ട് 4-ന് ഉത്തരവ് പറയും. മാധ്യമങ്ങളെ കോടതി മുറിയിൽ പ്രവേശിപ്പിക്കില്ല. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ നോർവീജിയൻ വിമാന കമ്പനി 50 വിമാനങ്ങൾ വാങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോന യുക്രൈനിലേക്ക് ഇന്ന് കീവ് സന്ദർശിക്കും. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.